ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റം ആഭ്യന്തര വിപണിയെ ബാധിക്കാതിരിക്കാൻ പെട്രോളിന്റെ തീരുവ 13 രൂപയിൽ നിന്നും 3 രൂപയായും ഡീസലിന്റേത് 10 രൂപയെന്നും 0 കുറച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഈ ഇടപെടലിനെ പ്രകീർത്തിക്കുകയാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ 30 ദിവസത്തിനിടെ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $70 നിന്നും $122 വരെ എത്തിയിരുന്നു. ലോകമെമ്പാടും ഇന്ധന വിലയിൽ 50% വർധനവുണ്ടായപ്പോൾ ഇന്ത്യയിൽ വില പിടിച്ചു നിർത്താൻ നരേന്ദ്രമോദി സർക്കാർ സ്വയം ഒരു ഷോക്ക് അബ്സോർബറായി പ്രവർത്തിക്കുകയാണെന്ന് സുരേഷ് ഗോപി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. അധിക ബാധ്യത സർക്കാർ സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വിലക്കയറ്റത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നത്. രാജ്യത്തെ റിഫൈനറികൾക്ക് കയറ്റുമതി നികുതി ഏർപ്പെടുത്തി ആഭ്യന്തര വിതരണം ഉറപ്പാക്കാനും സർക്കാർ നടപടി സ്വീകരിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധം സൃഷ്ടിച്ച ആഗോള അസ്ഥിരതയ്ക്കിടയിലും ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കുന്ന കവചമാണ് ഈ നയമെന്ന് സുരേഷ് ഗോപി പറയുന്നു. സാധാരണക്കാരന്റെ ബജറ്റിനെ തകർക്കാതെയുള്ള കേന്ദ്രത്തിന്റെ ധീരമായ ഇടപെടലിന് പ്രധാനമന്ത്രി മോദിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനും സുരേഷ് ഗോപി പ്രത്യേകം നന്ദിയും രേഖപ്പെടുത്തി. പെട്രോളിന്റെയും ഡീസലിന്റെയും അടിസ്ഥാന എക്സൈസ് ഡ്യൂട്ടിയിൽ ലിറ്ററിന് 10 രൂപയുടെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. അതോടെ പെട്രോളിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 3 രൂപയായും ഡീസലിന്റേത് 0 കുറഞ്ഞു. തീർച്ചയായും ഏതൊരു ഭരണകൂടവും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എണ്ണവില കുതിപ്പിനിടെ ഇന്ത്യയിൽ ഇന്ധനവില ഉയരാതെ പിടിച്ചു നിർത്തുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ദിവസം നയാര ഇന്ത്യയിൽ പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസൽ ലിറ്ററിന് 3 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. റഷ്യയുടെ റോസ്നെഫ്റ്റിന്റെ ഉടമസ്ഥതയുള്ള നയാര എനർജിക്ക് ഇന്ത്യയിൽ ഉടനീളം 7000-ലധികം പമ്പുകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇന്ധന റീറ്റെയിൽ ശൃംഖലയായ നയാരയുടെ ഈ വില വർധന സാധാരണക്കാരിൽ ആശങ്കയ്ക്ക് കാരണമായിരുന്നു. റഷ്യൻ എണ്ണ ഒഴുകിയിട്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചതാണ് ആശങ്ക വർദ്ധിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ആശ്വാസ നടപടി. എന്തായാലും ഇപ്പോഴത്തെ സർക്കാർ നടപടി കാരണം വിലക്കുറവ് ഉണ്ടാകില്ലെങ്കിലും എണ്ണ കമ്പനികൾക്ക് വലിയ ആശ്വാസവും ഊർജ്ജവും പകരുന്ന ഒരു നടപടിയാണത്. ആഗോള എണ്ണവില വർധനയും മറ്റ് കാരണങ്ങളും കൊണ്ട് എണ്ണ കമ്പനികൾ പെട്രോളിന് ഏകദേശം 24 രൂപയും ഡീസലിന് 30 രൂപയും നഷ്ടം നേരിടുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് പുരി പറയുന്നു. എണ്ണ കമ്പനികളുടെ ഈ നഷ്ടം കുറക്കാനാണ് നിലവിൽ നികുതി കുറച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 12 കൊല്ലം അധിക നികുതി ചുമത്തി ജനങ്ങളെ പിഴിഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് 10% ഇളവ് നൽകുന്നത്. അതിനെയാണ് സുരേഷ് ഗോപി കവചം എന്നും ഷോക്ക് അബ്സോർബർ എന്നുമൊക്കെ തള്ളിവിടുന്നത്. നേരത്തെ 9 രൂപ ടാക്സ് ഉണ്ടായിരുന്നത് 40 രൂപ ആക്കിയ ശേഷം ഇപ്പോൾ 10 രൂപ കുറച്ചപ്പോൾ അത് ജനങ്ങളെ രക്ഷിക്കാനുള്ള കവചമായി മാറുകയാണ്. ഇപ്പോൾ ബ്രെൻഡ് ക്രൂഡിന്റെ വില 100 അല്ലെങ്കിൽ മാക്സിമം 110 ആണ്. 2009 ഒരു ബാരലിന് $147 ആയിരുന്നപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് 51 രൂപക്കാണ് ഇവിടെ പെട്രോൾ നൽകിയത്. വാഴ്ത്തുപാട്ടുകൾ മാത്രം അറിയുന്ന എല്ലാ കുറ്റവും കേരള സർക്കാരിന്റെ തലയിൽ ഇടുന്ന സുരേഷ് ഗോപി സാർ ഒരു കാര്യം കൂടെ വ്യക്തമാക്കണം. നമ്മുടെ രാജ്യത്ത് BJP വർഷങ്ങളായി ഭരിക്കുന്ന ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു പഞ്ചായത്തോ ഏതെങ്കിലും ഒരു വാർഡോ കേരളത്തിനേക്കാൾ മികവുള്ളതായി താങ്കൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരെണ്ണം ഉണ്ടായിട്ട് മാത്രം ഈ വാചക കസർത്ത് നടത്തുന്നതാണ് സാമാന്യ മര്യാദ.